ബി.ജെ.പിയിലേക്ക് പോകുമെന്ന വാർത്ത പൂർണ്ണമായും തള്ളി കെ.വി. തോമസ് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ബി.ജെ.പി. കേന്ദ്ര നേതാക്കൾ ബന്ധപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് നിലപാട് മാറ്റവുമായി കെ.വി. തോമസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലും കോൺഗ്രസ് വിട്ട് താൻ പോവില്ല. തൻ്റേത് കോൺഗ്രസ് സംസ്കാരമാണ്. 7ാം ക്ലാസ്സിൽ, അതായത് 1968 7ാം ക്ലാസ്സിൽ വെച്ചാണ് താൻ കോൺഗ്രസിൽ ആദ്യമായി പ്രസിഡന്റ് ആകുന്നത്. അന്നു മുതൽ 7ാം ക്ലാസ് മുതൽ ഈ വയസ്സുവരെ താൻ കോൺഗ്രസിൽ ഉറച്ചു നിന്ന ആളാണ്. കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ താൻ വഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് വിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കാണാനെത്തിയത്. രമേശ് ചെന്നിത്തല വീട്ടിൽ വന്നതിന് പകരമായി താൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തല തനിക്ക് ഒരു അനിയനെ പോലെയാണ് എന്നാണ് ഇപ്പോൾ കെ.വി. തോമസിൻ്റെ പ്രതികരണം. ആരെയെങ്കിലും വേദനിപ്പിക്കാനല്ല താൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. തനിക്ക് ചില വേദനകളുണ്ടായി. അതിൻ്റെ കാരണം കെ.വി. തോമസ് പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ കാര്യത്തിനും ചില മാനദണ്ഡങ്ങളുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ തന്നോട് കോൺഗ്രസ് കാണിച്ചില്ല. അതായത് സീറ്റ് നിഷേധിക്കുന്ന കാര്യം, അത്തരത്തിൽ ഒരു സൂചന പോലും തനിക്ക് തന്നിരുന്നില്ല. അതിൻ്റെ ഒരു വൈകാരിക ആഘാതത്തിലാണ് താൻ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും താൻ ഇങ്ങനെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്ന ആളല്ല. ഇന്നുവരെ അത്തരത്തിൽ ഒരു പ്രശ്നവും തൻ്റെ മേൽ ആരോപിക്കാൻ കഴിയില്ല. പാർട്ടിക്ക് അകത്ത് എന്തെങ്കിലും തനിക്ക് പറയാനുണ്ടെങ്കിൽ അത് ആ ഫോറങ്ങളിൽ മാത്രമാണ് താൻ എന്നും ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലെ മാത്രമാണ് അത്തരത്തിൽ തനിക്ക് പുറത്തു പറയേണ്ടത് വന്നത്. അത് അപ്പോഴത്തെ ഒരു വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ്. ബി.ജെ.പിയിലേക്ക് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒപ്പം തന്നെ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്ക് എല്ലാ തരത്തിലെ പാർട്ടികളുമായും ബന്ധമുണ്ട്. ഉദാഹരണമായി CPIM നേതാവ് സീതാറാം യെച്ചൂരിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് താൻ. 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആശയങ്ങളാണ് തങ്ങളുടേതെങ്കിലും യെച്ചൂരിയുമായി അടുത്ത വ്യക്തിബന്ധമുണ്ട്. അതേപോലെ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ള ബി.ജെ.പിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി തനിക്ക് വ്യക്തിബന്ധമുണ്ട്. അതിനെ ആ തരത്തിൽ കണ്ടാൽ മതി. പാർട്ടിയിലേക്കുള്ള ക്ഷണം എന്ന നിലയിലേക്ക് കാണേണ്ടതില്ല. ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹം വെറും അഭ്യൂഹം മാത്രമാണ്. UDF കൺവീനർ സ്ഥാനമോ ഒപ്പം തന്നെ AICCയിലെ ഏതെങ്കിലും സ്ഥാനമോ താങ്കൾക്ക് നൽകാമെന്ന വാഗ്ദാനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായോ എന്നുള്ള ചോദ്യത്തിന് അതെല്ലാം തീരുമാനിക്കേണ്ടത് താനല്ല എന്നും പാർട്ടിയാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുമായിരുന്നു കെ.വി. തോമസിൻ്റെ പ്രതികരണം. ഒരിക്കലും തനിക്ക് ഒറ്റയ്ക്ക്, ആർക്കും ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാനാവില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കും. തനിക്ക് ആകെയുള്ള അസ്വസ്ഥത ഉണ്ടായത് തീരുമാനങ്ങളിലെ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ തൻ്റെ കാര്യത്തിൽ പാലിച്ചില്ല എന്നത് മാത്രമാണ് എന്നാണ് കെ.വി. തോമസ് പറയുന്നത്. താൻ മരിക്കും വരെ കോൺഗ്രസ്സുകാരനായി തുടരും. കോൺഗ്രസ് സംസ്കാരമാണ് തൻ്റേത്. രമേശ് ചെന്നിത്തല ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തെ എന്നെ വന്ന് കണ്ടപ്പോൾ തിരിച്ച് പോയി കാണാനുള്ള മര്യാദ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ താൻ സഹോദര തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നും കോൺഗ്രസ് തൻ്റെ കുടുംബമാണ് എന്നും കെ.വി. തോമസ് പറഞ്ഞു. ഒരു കാരണവശാലും ബി.ജെ.പിയിലേക്ക് പോവില്ല. അതെല്ലാം വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഇപ്പോൾ കെ.വി. തോമസ് പറയുന്നത്. അതിനിടെ അദ്ദേഹത്തെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതാക്കളടക്കം ടെലിഫോണിൽ ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ ചേർക്കാനുള്ള നടപടികൾ ഊർജിതമാക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തിൻ്റെ കെ.വി. തോമസിൻ്റെ മറിച്ചുള്ള ഒരു പ്രതികരണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ സന്ദർഭമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവർ കെ.വി. തോമസിനെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമാക്കുന്നതിനിടയിലാണ് കെ.വി. തോമസിൻ്റെ മലക്കം മറിച്ചിൽ. മുകുൾ വാസ്നിക് അടക്കമുള്ള നേതാക്കൾ കെ.വി. തോമസുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയത് എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്.